ഇങ്ങനെ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ പുറയിൽ പോകുന്ന ഇൻവെസ്റ്റേഴ്സിന് വേറെ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? ബോൺസ് ഒരു മാർഗമാണ്. പക്ഷേ നമ്മൾ നോർമലി കഴിക്കുന്ന അല്ലെങ്കിൽ മീഡിയയിലൊക്കെ കാണുന്ന 11%, 12% എന്നൊക്കെ പറഞ്ഞ് മോഹിപ്പിക്കുന്ന ബോൺസ് ഗുണകരമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. എന്നാൽ വേറെ ഏതാണ് ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ഒരുപക്ഷെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇതിനെ ഒരിക്കലും നിങ്ങൾ FD ഒരു പരിസരത്തൊന്നും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ശരിക്കും FD കഴിഞ്ഞാൽ ഒരുവിധം നിങ്ങൾക്ക് പ്രതീക്ഷ അർപ്പിക്കാവുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്തതായിട്ട് ഒരുവിധം ഫിക്സഡ് റിട്ടേണിൻ്റെ കാര്യത്തിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റാണ്. അത് ആ ക്യാപിറ്റലും നിങ്ങൾക്ക് റീപേയ്മെൻറ്റ് ചെയ്തതുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് വാങ്ങിച്ച കാശിൽ ഡിവിഡൻഡ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്, പിന്നെ റെൻ്റൽ ഇൻകമും ഉണ്ട്. ഇത് കൂടാതെ അവർ ക്യാപിറ്റലും നിങ്ങൾക്ക് റീപേ ചെയ്യണം. ഈ ഹയസ്റ്റ് ടാക്സ് റാബിൽ ഉള്ളവർക്ക് പോലും 9% അവരുടെ ഗ്രോസ് ഈൽഡെങ്കിൽ ബിക്കോസ് 70-80% വരെ ടാക്സ് ഫ്രീ ആയതുകൊണ്ട് കയ്യിൽ കിട്ടുന്നത് തന്നെ ആഫ്റ്റർ ടാക്സ് തന്നെ ഏതാണ്ട് 8% കിട്ടുന്നുണ്ട്. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഇനി അനിവാര്യമാണെന്ന് തന്നെ നിങ്ങളത് കാണേണ്ടി വരും. Mutual fund investments are subject to market risks. Read all scheme-related documents carefully. ഫിക്സഡ് ആയിട്ട് ഒരു റിട്ടേൺ പ്രതീക്ഷിക്കുന്ന ഇൻവെസ്റ്റർ കൂടുതലും ആശ്രയിക്കുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ്സിനെ തന്നെയാണ്. അതും കൂടുതലും ബാങ്ക് ഡെപ്പോസിറ്റ്സ് ആയിരിക്കും. അഥവാ പ്രൈവറ്റ് കമ്പനിയുടെ ഏതെങ്കിലും ഡെപ്പോസിറ്റ് ആണെങ്കിലും സേഫ് ഏതാണെന്ന് വെച്ചാൽ AAA AA+ റേറ്റിംഗോ ഉള്ള ഒരു കമ്പനിയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിരിക്കും. ഈ പ്രോഡക്ട്സിലൊക്കെയാണ് ഒരു നിശ്ചിത ഇൻകം അവർക്ക് എല്ലാ കൊല്ലവും അല്ലെങ്കിൽ എല്ലാ മാസവും എടുക്കാൻ പറ്റുക. സോ ഇതിൽ അനിശ്ചിതത്വവും അവർക്ക് ശരിക്കും ദോഷം ചെയ്യും, അല്ലെങ്കിൽ അനിശ്ചിതത്വവും അവരുടെ എക്സ്പെൻസിനെ മീറ്റ് ചെയ്യാൻ സഹായിക്കില്ല എന്നുള്ള കാരണത്താൽ പോലും ഇവർ കൂടുതലും ഫിക്സഡ് ഡെപ്പോസിറ്റിനെ ആയിരിക്കും ഇവർ ആശ്രയിക്കുന്നത്. ഇങ്ങനെ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ പുറയിൽ പോകുന്ന ഇൻവെസ്റ്റേഴ്സിന് വേറെ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? ബോൺസ് ഒരു മാർഗമാണ്. പക്ഷേ നമ്മൾ നോർമലി കഴിക്കുന്ന അല്ലെങ്കിൽ മീഡിയയിലൊക്കെ കാണുന്ന 11%, 12% എന്നൊക്കെ പറഞ്ഞ് മോഹിപ്പിക്കുന്ന ബോൺസ് ഗുണകരമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. 11-12% റിട്ടേൺ എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഒരു ബോണ്ട്, അതായത് ഒരു ഡെറ്റ് പ്രോഡക്റ്റിൽ 11-12% റിട്ടേൺ വരുവാണെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് 12% റിട്ടേൺ അല്ലെങ്കിൽ 10% കൂടുതലുള്ള റിട്ടേൺ നമ്മൾ പ്രതീക്ഷിക്കാവുന്നത് ലോങ് ടേമിൽ ഇക്വിറ്റി ഓറിയൻറ്റഡ് പ്രോഡക്ട്സിലാണ്. റീറ്റെയിൽ ഇൻവെസ്റ്റർ ആണെങ്കിൽ നമ്മൾ ഇത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ആണെന്ന് കൂട്ടാം. അപ്പോൾ ഇക്വിറ്റിയുടെ റിസ്ക് എടുക്കുന്ന ഒരു പ്രോഡക്റ്റ് തരുന്ന റിട്ടേൺ ആ റിസ്ക് എടുക്കാത്ത ഒരു ഡെറ്റ് പ്രോഡക്റ്റ്, ഒരു ബോണ്ട് നൽകുന്നുവെങ്കിൽ അത് ഇക്വിറ്റി പ്രോഡക്റ്റെക്കാളും കൂടുതൽ റിസ്ക് ഉള്ള പ്രോഡക്റ്റ് ആണെന്ന് വേണം കൂട്ടാൻ. സോ അത്തരം ഹൈ ഈൽഡ് തരുന്ന, അതായത് 9% അതിൽ കൂടുതലോ റിട്ടേൺ തരുന്ന ഒരു ബോണ്ട് ആണെങ്കിൽ അത് AA- അല്ലെങ്കിൽ അതിൻ്റെ താഴെ ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ള ബോണ്ടായിരിക്കും. ഇത്തരം ബോണ്ടുകളിൽ റിസ്ക് കൂടുതലാണ്. കമ്പനിക്ക്, അതായത് ആ ബോണ്ട് ഇഷ്യൂ ചെയ്തേക്കുന്ന കമ്പനി ഏതെങ്കിലും പ്രതിസന്ധി നേടേണ്ട സാഹചര്യം വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് ക്യാപിറ്റൽ പോലും, അതായത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത കാശ് പോലും തിരിച്ചു തരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായേക്കാം. ഇത്തരം റിസ്ക്കാണ് ബോൺസിലുള്ളത്. എന്നാൽ വേറെ ഏതാണ് ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ഒരുപക്ഷെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇതിനെ ഒരിക്കലും നിങ്ങൾ FD ഒരു പരിസരത്തൊന്നും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ശരിക്കും FD കഴിഞ്ഞാൽ, അതായത് ഒരു FD ഒരു ബാങ്കിൻ്റെ ആയാലും ഹൈ റേറ്റഡ് കോർപ്പറേറ്റിൻ്റെ ആയാലും അത്തരം ഒരു FD കഴിഞ്ഞാൽ ഒരുവിധം നിങ്ങൾക്ക് പ്രതീക്ഷ അർപ്പിക്കാവുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്തതായിട്ട് ഒരുവിധം ഫിക്സഡ് റിട്ടേണിൻ്റെ കാര്യത്തിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റാണ് റീറ്റ്സ്. എന്തുകൊണ്ടെന്ന് പറയാം. ഞാനിപ്പോൾ പറഞ്ഞേക്കുന്നത് റിട്ടേൺസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പോസ്റ്റ് ടാക്സ് റിട്ടേണിൻ്റെ കാര്യം കൂടിയാണ്. കാരണം 7.5% അല്ലെങ്കിൽ 7% FD ഇൻട്രസ്റ്റ് വാങ്ങിക്കുന്ന ഒരു ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഒരു അപ്ലിക്കൻറ്റ്, അവർ 30% കൂടുതൽ, അതായത് ഏറ്റവും കൂടുതൽ ഇൻകം ഉള്ള സ്ലാബായ 30% കൂടുതലാണ് അവർ ടാക്സ് പേ ചെയ്യേണ്ടതെങ്കിൽ 7% അവരുടെ ഇൻട്രസ്റ്റ് എങ്കിൽ ഏതാണ്ട് 2.2% അടുപ്പിച്ച് 30% ടാക്സ് ബ്രാക്കറ്റിൽ ഉള്ളത് കൊണ്ട് സെസ്സൊക്കെ കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഏതാണ്ട് 2.2% വരെ അവർക്ക് ടാക്സ് അടയ്ക്കേണ്ടി വരും, ടാക്സിൽ പോവും. എന്ന് പറഞ്ഞാൽ ബാക്കിയിരിക്കുന്നത് എത്രയാണ്? വെറും 4.8% ആണ്. ഇവിടെയാണ് റീറ്റിൻ്റെ ഗുണം വരുന്നത്. എങ്ങനെ? റീറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ടാക്സ് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതിനു മുമ്പ് നമ്മൾ റീറ്റിനെ കുറിച്ച് ഒരു ചെറിയ തോതിൽ ഒരു ഇൻട്രൊഡക്ഷൻ തരാം. റീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമുക്ക് വലിയ ബിസിനസ് പാർക്സോ IT പാർക്സോ ഷോപ്പിംഗ് മോൾസോ അല്ലെങ്കിൽ ഒരു വെയർ ഹൗസോ ഇങ്ങനെ ഇത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനി
കുറച്ച് ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ റേസ് ചെയ്യാൻ പറ്റും. പക്ഷേ എപ്പോൾ റേസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അവർ ഏതൊക്കെ പ്രോജക്റ്റിന് വേണ്ടിയാണ് റേസ് ചെയ്യുന്നുവോ ഈ പ്രോജക്ട്സിൽ ഏതാണ്ട്, അതായത് ഈ പ്രോജക്റ്റിൻ്റെ ഒരു കൂട്ടായ്മയാണ് ഈ റീറ്റ്. ചിലപ്പോൾ ഒരു സിംഗിൾ പ്രോജക്റ്റും ആവാം. അപ്പോൾ ഈ പ്രോജക്റ്റിൽ 80% ഇൻകം ജനറേറ്റിംഗ് ആയിരിക്കണം, അല്ലെങ്കിൽ റെന്റൽ ജനറേറ്റിംഗ് ആയിരിക്കണം. ഈ നമ്മൾ പറഞ്ഞ മാൾസ് ആയാലോ പാർക്സ് ആയാലോ എല്ലാം. സോ എന്നാൽ മാത്രമേ അവർക്ക് ഈ റീറ്റ് ഫ്ലോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ റീറ്റിൻ്റെ അണ്ടർലൈനിൽ 80% റെന്റൽ ഈൽഡിങ് ആയിരിക്കണം. ഇങ്ങനെ ആകുന്ന സാഹചര്യത്തിൽ എൻ്റെ അർത്ഥം എന്തുവാ? ഈ പർട്ടിക്കുലർ റീറ്റ് ശരിക്കും ഇക്വിറ്റി പ്രോഡക്റ്റുമല്ല, ഡെറ്റ് പ്രോഡക്റ്റുമല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഡെറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇൻട്രസ്റ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ. റീറ്റിൽ അങ്ങനെയല്ല. ഇതുവഴി വരുന്ന ഇൻട്രസ്റ്റ്, ആ പ്രോജക്റ്റിൽ നിന്ന് വരുന്ന റെന്റ്, പിന്നെ അതുവഴി വരുന്ന ഡിവിഡൻഡ്, ഇത് കൂടാതെ ആ പ്രോജക്റ്റിൻ്റെ, അതായത് നിങ്ങൾ ശരിക്കും ഒരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആ പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഒരു പോർഷൻ, അതായത് ഇതിൽ അതിൻ്റെ കോസ്റ്റും പെടും. അതായത് നിങ്ങൾ ഒരു ഓണറും കൂടിയാണ്, ആ പർട്ടിക്കുലർ യൂണിറ്റ്സിൻ്റെ ഒരു ഓണറും കൂടിയാണ്. അതായത് ആ യൂണിറ്റ് എത്രയോ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന യൂണിറ്റ് എത്രയോ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ആ പ്രോജക്റ്റിൻ്റെ ഓണർഷിപ്പും നിങ്ങൾക്കുണ്ട്. എന്ന് പറഞ്ഞാൽ അത് ആ ക്യാപിറ്റലും നിങ്ങൾക്ക് റീപേ ചെയ്തതുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് വാങ്ങിച്ച കാശിൽ ഡിവിഡൻഡ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്, പിന്നെ റെന്റൽ ഇൻകമും ഉണ്ട്. ഇത് കൂടാതെ അവർ ക്യാപിറ്റലും നിങ്ങൾക്ക് റീപേ ചെയ്യണം, റൈറ്റ്? സോ ഇതിൻ്റെ ഏതാണ്ട് ഒരു ക്വാസി ഇക്വിറ്റി സ്ട്രക്ചറുമാണ് ഇത്, എന്നാൽ ഡെറ്റുമാണ്. എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിൻ്റെയും കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ റിസ്ക്കും, ഇത് ഇക്വിറ്റിയും അല്ല ഡെറ്റുമല്ല, ഇതിൻ്റെ ഇടയ്ക്കായിട്ടാണ് നിൽക്കുന്നത്. എന്ത് തന്നെ പറഞ്ഞാലും ഇത് ഡെഫിനറ്റ്ലി ഒരു 10% കൂടുതൽ റിട്ടേൺ തരുന്ന ബോണ്ടിനേക്കാളും സേഫ് ആണെന്നുള്ളത് ഓർക്കണം. ഇപ്പോൾ നമ്മൾ ടാക്സേഷൻ ആംഗിളിൽ വരാം. ഈ റീറ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ റീറ്റ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ നിന്ന് ഡിവിഡൻഡ് വരുന്നുണ്ട്, ഇതിൽ നിന്ന് ഇൻട്രസ്റ്റ് വരുന്നുണ്ട്, പിന്നെ ഇതിൽ നിന്ന് അവരുടെ റെൻറ്റും വരുന്നുണ്ട്. ഇത് മൂന്നുമാണ് നിങ്ങൾക്ക് എപ്പോഴൊക്കെ അവർക്ക് ഇത് കൊടുത്തരാൻ പറ്റുന്നോ അത് നിങ്ങൾക്ക് പേ ഔട്ടായിട്ട് വരും. ഒരു കൊല്ലത്ത് തന്നെ മോസ്റ്റ്ലി ഇവർ പേ ചെയ്യുന്നത് ഏതാണ്ട് ക്വാർട്ടർലി വെടിപ്പിച്ചായിരിക്കും ഈ റെൻറ്റൊക്കെ. സോ 3-4 തവണയും അല്ലെങ്കിൽ അതിൽ കൂടുതൽ പോലും ഇങ്ങനത്തെ പേയ്മെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കും. ഈ പേയ്മെൻറ്റ് നമുക്കിപ്പോൾ ശരിക്കും ഇന്ത്യയിൽ ആൾമോസ്റ്റ് 6 ലിസ്റ്റഡ് റീറ്റ്സ് ഉണ്ട്. ഇതിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ളത് ബ്രൂക്ക്ഫീൽഡ്, മൈൻഡ്സ്പേസ്, നെക്സസ്, പിന്നെ എംബസി. ഇതൊക്കെയാണ് പ്രോമിനൻ്റ് ആയിട്ടുള്ളതും ഏറ്റവും പഴക്കമുള്ളത്. സോ ഇത് ഏതാണ്ട് 5-6 കൊല്ലം മുമ്പ് തൊട്ട് തന്നെ ഈ പർട്ടിക്കുലർ റീറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ 4 കൊല്ലത്തെ അല്ലെങ്കിൽ 5 കൊല്ലത്തെ റിട്ടേൺ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുവിധം ഈ 4ഉം 7.5% തൊട്ട് ഒരു 9% വരെയൊക്കെ റിട്ടേൺ നൽകിയിട്ടുണ്ട് ആനുവൽ ബേസിസിൽ. ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, 7.5% ആണെങ്കിൽ ഇത് ചിലപ്പോൾ FDയിൽ തന്നെ കിട്ടുമല്ലോ, ചിലപ്പം ചെറിയ ഒരു കോർപ്പറേറ്റ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ 8% ചിലപ്പോൾ ഇതിന് കിട്ടുമല്ലോ, പിന്നെ ഈ റീറ്റ് കൊണ്ട് എന്തുവാ ഗുണം എന്ന് ചോദിച്ചാൽ ഉണ്ട്. നമ്മൾ പറഞ്ഞേക്കുന്ന ഈ 4 റീറ്റിൻ്റെ കാര്യത്തിൽ 1-2 റീറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം ഡിവിഡൻസും റെന്റൽ ഇൻകമും ഇൻട്രസ്റ്റും മാത്രമാണ് പേ ചെയ്തിട്ടുള്ളത് ഇതുവരെ. ഇതിൽ ടാക്സേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ റേറ്റിനെ നിങ്ങൾ വിൽക്കുമ്പോൾ ഇതിൻ്റെ ടാക്സേഷൻ ഇക്വിറ്റി ടാക്സേഷൻ ആണ്. ശരിക്കും ഫസ്റ്റ് 1 ഇയറിൽ അതായത് 12 മാസത്തിനകം നിങ്ങൾ വിൽക്കുവാണെങ്കിൽ 20% നിങ്ങളുടെ ടാക്സ്. അതിൽ കൂടുതൽ ഈ 12 മാസം കഴിഞ്ഞിട്ട് വിൽക്കുവാണെങ്കിൽ ഇതിൻ്റെ ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സേഷൻ, അതായത് ഒരു കൊല്ലം കഴിഞ്ഞാൽ 12% മാത്രമേ ഉള്ളൂ. ഇക്വിറ്റിയുടെ ടാക്സേഷനാണ് യൂണിറ്റ്സ് വിൽക്കുമ്പോൾ ഉള്ള ടാക്സേഷൻ. ഇത് വിൽക്കുമ്പോൾ മാത്രം. പിന്നെ നമ്മൾ ആനുവലി ഇതിനെ നമ്മൾ ശരിക്കും FDയുടെ ഒരു ആൾട്ടർനേറ്റ് ആയിട്ട്, FDക്ക് ഈക്വൽ അല്ല, FDയുടെ ഒരു ആൾട്ടർനേറ്റ് ആയിട്ട്, ഒരു അടുത്ത പ്രോഡക്റ്റ് ആയിട്ട്, ബെറ്റർ പോസ്റ്റ് ടാക്സ് റിട്ടേൺ നൽകുന്ന പ്രോഡക്റ്റ് ആയിട്ടാണ് ഇത് കാണുന്നത്. സോ നമ്മൾ വിൽക്കുമ്പോൾ മാത്രമുള്ള ടാക്സേഷൻ മാത്രം അറിഞ്ഞാൽ പോരല്ലോ. അതിനു മുമ്പ് ഓരോ കൊല്ലവും എന്തൊക്കെ പേ ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞത്? ഇൻട്രസ്റ്റ് നിങ്ങളുടെ ടാക്സ് ബ്രാക്കറ്റിൽ തന്നെ ടാക്സ് ചെയ്യപ്പെടുന്നതാണ്. നിങ്ങളുടെ 10, 15, 20, 30 ഏത് ടാക്സ് ബ്രാക്കറ്റാണോ ആ ടാക്സ് ബ്രാക്കറ്റ് അനുസരിച്ചാണ് ഇതിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ ടാക്സ്. പിന്നെ വരുന്നത് റെന്റൽ ഇൻകം. ഇതിൽ വരുന്ന റെൻറ്റും നിങ്ങൾക്ക് പേ ചെയ്യും, നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ റെന്റൽ ഇൻകമും നിങ്ങൾക്ക് പേ ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ ഇൻകം ടാക്സ് ലാബ് എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് ടാക്സ് ചെയ്യപ്പെടും. പിന്നെ വരുന്നത് ഡിവിഡൻഡ്. അവസാനം പറയുവാണെങ്കിൽ ഈ റീറ്റ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന പേ ഔട്ട്സിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഡിവിഡൻഡ് വഴിയാണ്. ഈ ഡിവിഡൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഉള്ള ടാക്സേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ റീറ്റ് ഒരു SPV ക്രിയേറ്റ് ചെയ്യും, ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ക്രിയേറ്റ് ചെയ്യും. അതുവഴിയാണ് ഈ ഡിവിഡൻഡ് പേ ചെയ്യുന്നത്. അപ്പോൾ അതായത് ഈ SPV സെക്ഷൻ 115BAA അനുസരിച്ച് അവർക്ക് കൺസെഷണൽ ടാക്സ് ക്ലെയിം ചെയ്യാൻ പറ്റും. അങ്ങനെ കൺസെഷണൽ ടാക്സിനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സാഹചര്യത്തിൽ ഇൻവെസ്റ്ററിന്, ആ
ഡിവിഡൻഡ് പേ ചെയ്ത് അത് വാങ്ങിക്കുന്ന ഇൻവെസ്റ്ററിന് ഡിവിഡൻഡ് ടാക്സ് ഫ്രീ അല്ല. പക്ഷേ ഈ കൺസെഷണൽ ടാക്സിനെ ഇവർ ക്ലെയിം ചെയ്തില്ലെങ്കിൽ, ഈ SPV ക്ലെയിം ചെയ്തില്ലെങ്കിൽ ആ ഇൻവെസ്റ്റർക്ക് അത് പോകുമ്പോൾ അത് ടാക്സ് ഫ്രീ ആണ്. എന്നിരുന്നാലും കഴിഞ്ഞ ഈ 4-5 കൊല്ലം ഈ പർട്ടിക്കുലർ 4 ലിസ്റ്റഡ് റീറ്റ്, അതായത് ഏറ്റവും പഴക്കമുള്ള റീറ്റ്സിനെ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ 4 കൊല്ലമായിട്ട് ഇവർ ഓരോ കൊല്ലവും പേ ചെയ്തേക്കുന്ന പേ ഔട്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 7.5 തൊട്ട് 9% ഈൽഡ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഏതാണ്ട് 60 തൊട്ട് 80%, ഏതാണ്ട് 70 തൊട്ട് 80% തന്നെ പറയാം. ഈ കിട്ടിയേക്കുന്ന പേ ഔട്ടിൽ 70 തൊട്ട് 80% വരെ ടാക്സ് ഫ്രീ ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഹയസ്റ്റ് ടാക്സ് റാബിൽ ഉള്ളവർക്ക് പോലും 9% അവരുടെ ഗ്രോസ് ഈൽഡ് എങ്കിൽ, ബിക്കോസ് 70 തൊട്ട് 80% വരെ ടാക്സ് ഫ്രീ ആയതുകൊണ്ട് കയ്യിൽ കിട്ടുന്നത് തന്നെ ആഫ്റ്റർ ടാക്സ് തന്നെ ഏതാണ്ട് 8% കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 8% ആണെങ്കിൽ ഏതാണ്ട് 7.5% പോസ്റ്റ് ടാക്സ് ഈൽഡായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ FDയുടെ കാര്യം നോക്കാം. ഒരു ബാങ്കിൽ FDയിൽ നിങ്ങൾക്ക് 7.5% കിട്ടിയാൽ അത് പ്രീ ടാക്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 7% ആണെങ്കിൽ നിങ്ങളുടെ FDയുടെ ഇൻട്രസ്റ്റ് പ്രീ ടാക്സ് മാത്രമേ ഉള്ളൂ. 7 പോസ്റ്റ് ടാക്സ് അത് ആൾമോസ്റ്റ് 4.8% ഉള്ളൂ. സോ റീറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഈ ഈൽഡ് ആൾമോസ്റ്റ് കൺസിസ്റ്റൻ്റ് ആണ്. കഴിഞ്ഞ 4 കൊല്ലമായിട്ട് നോക്കുവാണെങ്കിൽ പ്രീ ടാക്സ് വരെ 7.5 തൊട്ട് 9% കൺസിസ്റ്റൻ്റ് ആയിട്ട് പേ ചെയ്തിട്ടുണ്ട്. അതുപോലെ ആൾമോസ്റ്റ് 70 to 80% ടാക്സ് ഫ്രീ ആയതുകൊണ്ട് ആൾമോസ്റ്റ് 7 തൊട്ട് 8.5% വരെ നിങ്ങൾക്ക് പോസ്റ്റ് ടാക്സ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇത് ഓരോ കൊല്ലവും കിട്ടുന്ന ഈൽഡ് മാത്രമാണ്. പിന്നെ നിൽക്കുന്നത് നിങ്ങൾ വിൽക്കുമ്പോൾ നിങ്ങൾ ഇതല്ലാതെ നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻസും കിട്ടും. അതിലും ഒരു എക്സ്ട്രാ റിട്ടേൺ വരും. ചെറിയ രീതിയിൽ റിട്ടേൺ ഓഫ് ക്യാപിറ്റൽ വരുന്ന വർഷങ്ങളിൽ ഇത് ചിലപ്പം 12% ആയേക്കാം. അതായത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ 2025-26 തന്നെ എംബസിയിൽ ഒരു ചെറിയ രീതിയിൽ റിട്ടേൺ ഓഫ് ക്യാപിറ്റലും പേ ചെയ്തായിരുന്നു. അതുകൊണ്ട് അക്കൊല്ലത്തെ ഈൽഡ് മാത്രം 12.25% ആയിരുന്നു. സെയിം നിങ്ങൾ മൈൻഡ് സ്പേസ് എടുക്കുവാണെങ്കിലും ആൾമോസ്റ്റ് 11.95% ഉണ്ടായിരുന്നു. നെക്സസിനും ആൾമോസ്റ്റ് 11% അടുപ്പിച്ച് ഈൽഡ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ. സോ ഇതുകൊണ്ട് നിങ്ങൾ അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഏതാണ്ട് ഈ നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻസും ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 5 വർഷത്തേക്കൊക്കെ ആണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 9%-ഓ അതിൽ കൂടുതലോ പോസ്റ്റ് ടാക്സ് റിട്ടേൺ ആയിട്ട് തന്നെ കിട്ടും നിങ്ങൾക്ക്. ആൻഡ് അതിൽ നല്ലൊരു ശതമാനം ഓരോ കൊല്ലവും, അതായത് 7 തൊട്ട് 8% വരെ ഓരോ കൊല്ലവും കിട്ടുന്നുണ്ട്. ആൻഡ് ഇത് ആൾമോസ്റ്റ് ടാക്സ് ഫ്രീ ആയിട്ടും കിട്ടുന്നുണ്ട്. സോ ഇത്തരം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഡിപ്പെൻഡബിൾ, എക്സാക്ട്ലി ഗ്യാരണ്ടീഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, ആൻഡ് ഫിക്സഡ് എന്നും പറയാൻ പറ്റില്ല, ഒരുവിധം പ്രെഡിക്റ്റബിൾ ആയിട്ടും ഈ 7 to 9% റേഞ്ചിലും നിങ്ങൾക്ക് റീറ്റ് വഴി റിട്ടേൺ എടുക്കാൻ പറ്റും. വളരെ കുറച്ചേ ഉള്ളൂ ടാക്സേഷൻ. ഈ ഹയസ്റ്റ് ടാക്സ് ലാബിൽ ഉള്ളവർക്ക് പോലും ഏതാണ്ട് 0.5% തൊട്ട് 1% മാത്രമേ മൊത്തത്തിൽ ടാക്സ് ആയിട്ട് പോകത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ FDയുടെ അടുത്ത ഒരു പ്രോഡക്റ്റായിട്ട്, FD കഴിഞ്ഞ് കുറച്ച് ഡിപ്പെൻഡബിൾ ആയിട്ടും FDയേക്കാളും കുറച്ചുകൂടെ ഒരു അല്പം മാത്രമേ റിസ്ക് കൂടുതലുള്ള ഒരു പ്രോഡക്റ്റായിട്ട് നിങ്ങൾക്ക് റീറ്റിനെ കാണാവുന്നതാണ്. ഇനി ഒരു സ്വീറ്റ്നസ് ഉണ്ട്. ആ സ്വീറ്റ്നസ് അവസാനത്തിന് വേണ്ടി വച്ചേക്കുമായിരുന്നു. അതായത് ഒരു ബില്ല് ഇപ്പോൾ പാസ്സാവാൻ പോകുന്നുണ്ട്. അതായത് ഈ ബില്ല് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ SPV, നമ്മൾ കൺസെഷണൽ റേറ്റ് ഈ SPV ക്ലെയിം ചെയ്യുമ്പോൾ ഇൻവെസ്റ്ററിന് ഡിവിഡൻഡ് ടാക്സ് ഫ്രീ അല്ലാതെ വരുമെന്ന്. അതും ഇപ്പോൾ മാറാൻ പോവുകയാണ്. അതായത് ഈ SPV സെക്ഷൻ 115BAA വഴി കൺസെഷണൽ ടാക്സ് റെജീമിന് ഓപ്റ്റ് ചെയ്താൽ പോലും ഫൈനലി ഇൻവെസ്റ്ററിന് കയ്യിൽ കിട്ടുമ്പോൾ ആ ഡിവിഡൻഡ് ഇനി ടാക്സ് ഫ്രീ ആയിട്ട് പോകാനുള്ള ഒരു അമെൻമെൻ്റ് ആണ് ഈ ബില്ല് പാസ് ചെയ്യാൻ പോകുന്നത്. അതും കൂടി ആയി കഴിയുമ്പോൾ എന്തായി, കുറച്ചുകൂടെ നിങ്ങളുടെ ടാക്സ് ഫ്രീ റിട്ടേൺ മെച്ചപ്പെടും. അതായത് 9% കിട്ടുമ്പോൾ ഏതാണ്ട് 8.5% അടുപ്പിച്ചൊക്കെ നിങ്ങൾക്ക് ടാക്സ് ഫ്രീ ആയിട്ട് പോസ്റ്റ് ടാക്സ് റിട്ടേൺ ആയിട്ട് കിട്ടും. ഇത്രയും ഗുണങ്ങളുള്ള ഒരു റീറ്റിനെ ഇനി നിങ്ങൾ വളരെ കാര്യമായിട്ട് കൺസിഡർ ചെയ്ത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ആൻഡ് കൺസർവേറ്റീവ് ഇൻവെസ്റ്റേഴ്സ് FDയേക്കാളും പർട്ടിക്കുലർലി ഹയർ ടാക്സ് ബ്രാക്കറ്റ് എന്തുകൊണ്ട്, ഈവൻ 5% നോ ടാക്സ് റെജീമിലാണെങ്കിൽ പോലും ലോങ് ടേം ബേസിസിൽ റീറ്റ്സിന് പല സാഹചര്യങ്ങളിലും FDയേക്കാളും മെച്ചം റിട്ടേൺസ് തരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ കൺസർവേറ്റീവ് മാത്രമല്ല എല്ലാ ഇൻവെസ്റ്റർക്കും ഇനി പോർട്ട്ഫോളിയോയിൽ ചേർക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റായിട്ടാണ് റീറ്റ് മാറുന്നത്. നേരത്തെയും ആയിരുന്നു, ഇനി അതിന് കുറച്ചുകൂടെ റീസൺസ് വരുന്നുണ്ട് ഈ ബില്ല് വഴി. സോ റീറ്റിനെ ഇനി ഒരിക്കലും പുറന്തള്ളരുത്. ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഇനി അനിവാര്യമാണെന്ന് തന്നെ നിങ്ങളത് കാണേണ്ടി വരും. ഈ പർട്ടിക്കുലർ റീറ്റ്സിനെ കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞതിൽ നിങ്ങൾക്ക് അറിയേണ്ട സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഞങ്ങളതിന് ഉള്ള ഉത്തരം നൽകുന്നതായിരിക്കും. ഇത് കൂടാതെ നിങ്ങൾക്ക്
ഈ വീഡിയോസ് കൊണ്ട് മാത്രം തൃപ്തിപ്പെടുന്നില്ല, നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് റെഗുലറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നിങ്ങൾക്ക് നിക്ഷേപത്തിനെക്കുറിച്ചുള്ള ഓരോ സംശയങ്ങൾക്കും ഉത്തരം വേണമെങ്കിൽ ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞങ്ങൾക്ക് ഈ വീഡിയോയിൽ കമൻസിൽ ഞങ്ങൾ തരുന്നതായിരിക്കും. ആ ലിങ്ക്സ് വഴി നിങ്ങൾക്ക് ഓരോ ശനിയാഴ്ചയും ഞാൻ നിങ്ങളുടെ നിക്ഷേപം ബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസിന് മറുപടി തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഉത്തരങ്ങൾ നേരത്തെ ചോദിക്കാൻ പറ്റും, പക്ഷേ ഞാൻ കൂടുതലും ഉത്തരം തരാൻ ശ്രമിക്കുന്നത് ശനിയാഴ്ചകളിലായിരിക്കും. അതുകൂടാതെ എപ്പോഴൊക്കെ സാഹചര്യം കിട്ടുന്നോ ഈ വാട്സപ്പ് ഗ്രൂപ്പ് വഴി നിങ്ങളുടെ ഓരോ സംശയത്തിനും നിക്ഷേപം സംബന്ധിച്ചുള്ള ഓരോ ക്വസ്റ്റ്യൻസിനും ഞാൻ ആൻസേഴ്സ് തരുന്നതായിരിക്കും. ഈ വാട്സപ്പ് ലിങ്കിന് നിങ്ങൾ ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാവുന്നതാണ്. Mutual fund investments are subject to market risks. Read all scheme related documents carefully.